സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും കഴിക്കാൻ പറ്റിയ 2 തരത്തിലുള്ള ചമ്മന്തി ഉണ്ടാക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. 2 ചമ്മന്തിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങൾ മാത്രം മതിയാകും. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പുതിനയില, 2 പച്ചമുളക്, 1/4 പിടി മല്ലിയില, 1/2 മുറി തേങ്ങ. ഇത് ഒരു ഹെൽത്തി ആയ ചമ്മന്തിയാണ്. വേണമെങ്കിൽ ഇതെല്ലാം ഒന്ന് ചൂടാക്കിയ ശേഷം ചമ്മന്തി അരച്ചാലും മതി. കഴിക്കാനും നല്ല സ്വാദാണ്. ഉടനെ കഴിക്കാനാണെങ്കിൽ ചൂടാക്കാതെ അരയ്ക്കുന്നതാണ് പ്രത്യേക സ്വാദ്. ഇത് കാണാനും നല്ല പച്ച കളറാണ്. ചെറിയ കുട്ടികൾക്ക് കൂടി ഇഷ്ടപ്പെടും. എപ്പോഴും ഒരു തരം ചമ്മന്തി തന്നെ ഉണ്ടാക്കി കഴിക്കാതെ പലതരത്തിലുള്ള ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു. ഇത് പാചകം ഉണ്ടാക്കാൻ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. പ്ലേറ്റിൽ കാണുന്ന എല്ലാ സാധനങ്ങളും മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം.
കാണുന്നത് പോലെ അരച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വറുത്തിടാം. വറുത്തിട്ടിട്ടില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല സ്വാദാണ്. ചൂടാക്കി ഉണ്ടാക്കുന്ന ചമ്മന്തിയും ചൂടാക്കാതെ ഉണ്ടാക്കുന്ന ചമ്മന്തിയും രണ്ടും രണ്ട് തരം സ്വാദായിരിക്കും. ഒന്നാമത് അരച്ച ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് രണ്ടാമത്തെ ചമ്മന്തി ഉണ്ടാക്കാം. ഇതിന് തേങ്ങയുടെ ആവശ്യമില്ല. ഇത് ഒരു കഷ്ണം മാങ്ങ ഇഞ്ചിയാണ്. ഇതിനാകെ ഒരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും 1 തക്കാളിയും കുറച്ച് മല്ലിയിലയും മാത്രമേ ആവശ്യമുള്ളൂ. മാങ്ങ ഇഞ്ചി ഇല്ലെങ്കിൽ സാധാരണ ഇഞ്ചി ആയാലും മതി. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ അരച്ചെടുത്തു കഴിഞ്ഞാൽ ചമ്മന്തി റെഡിയായി. ഇനി തേങ്ങ ചിരകി വിഷമിക്കുകയും വേണ്ട. എല്ലാം എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്ത ചമ്മന്തിയാണ് ഇത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറുത്തിടുകയൊന്നും വേണ്ട, ഇത് റെഡിയായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.